ഈ ഒരു വീഡിയോ ഒന്ന് ചെയ്യണോ? അല്ലെങ്കിൽ വേണ്ട, നാളെ ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, മറ്റന്നേ ആവട്ടെ. പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. ഇങ്ങനെയൊക്കെയുള്ള ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറില്ലേ? നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ മാറ്റി വെച്ചിട്ട് അതിന് പകരം മറ്റു പല കാര്യങ്ങളും ചെയ്ത് നമ്മൾ സമയം കളയാറില്ലേ? ഇതിനെയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ളത്. 1 മണിക്കൂർ കൊണ്ട് പ്രൊക്രാസ്റ്റിനേഷൻ ഇല്ലാതാക്കി തരാമെന്ന് പറയുന്ന പല വിധത്തിലുള്ള വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ശരിക്കും എന്താണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ളത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ ശരിക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ? ആ ഒരു റീസൺ മനസ്സിലാക്കിയാൽ നമുക്കത് എങ്ങനെ കുറയ്ക്കാൻ നോക്കാമല്ലോ. അപ്പം നമുക്ക് എങ്ങനെ അത് കുറയ്ക്കാം അല്ലെങ്കിൽ ഇല്ലാതാക്കാം? എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ തലമുറയിൽ ഇത്രയധികം പ്രൊക്രാസ്റ്റിനേഷൻ ഒരു പ്രശ്നമായിട്ട് മാറുന്നത്? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ? പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മടിയാണോ? മടിയല്ല. മടി എന്ന് പറയുമ്പോൾ നമ്മളെ ബ്രെയിൻ കാണുന്നത് തന്നെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ. നമുക്ക് എല്ലാറ്റിനോടും ഒരു വിരക്തി. നമ്മൾ ഈ 5 സ്റ്റാറിൻ്റെ പരസ്യത്തിലൊക്കെ കാണില്ലേ, ഡൂ നത്തിങ് എന്നൊക്കെ. അങ്ങനെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ്, നമുക്ക് ടാസ്കുകൾ ഉണ്ടാവും, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല, അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളങ്ങനെ സുഖമായിട്ട് മടി പിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് അത് മടിയായിട്ട് മാറുന്നത്. പ്രൊക്രാസ്റ്റിനേഷനിൽ പക്ഷെ അങ്ങനെയല്ല. നമുക്കറിയാം നമുക്കിങ്ങനെ ഒരു ടാസ്ക് ഉണ്ട്, നമുക്കത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. എന്നിട്ടും എന്താ, നമ്മൾ മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ചിലപ്പോൾ യൂട്യൂബിൽ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, നമ്മൾ അടുക്കളയിൽ പോയിട്ട് പണിയെടുക്കുക വരെ ചെയ്യും. നമ്മൾ മറ്റ് പല കാര്യങ്ങളും ചെയ്യും, പക്ഷെ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ടാസ്ക് മാത്രം ചെയ്യില്ല. എന്നാലോ നമുക്കറിയാം അത് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നം തന്നെയാണ് വരാൻ പോണെന്ന്. ഇതാണ് പ്രൊക്രാസ്റ്റിനേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് പ്രശ്നമൊക്കെ അറിയാം, എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യണില്ല. നമുക്ക് അതിൻ്റെ ഉത്തരം നമുക്ക് ഇപ്പോഴും പലർക്കും കിട്ടിയിട്ടുമില്ല. നമ്മൾ ചില സമയത്ത് കൂട്ടുകാരോട് വിളിച്ച് പറയാറുണ്ട്, എടാ എനിക്കൊരു അസൈൻമെൻ്റ് ഉണ്ട്, അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് പണി കിട്ടുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം, എന്നാലും ഞാൻ വേറെ എന്ത് ചെയ്താലും ഞാൻ ആ അസൈൻമെൻറ്റ് മാത്രം ചെയ്യില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ അതിനെതിരായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെന്താ പൊട്ടനാ? നമ്മൾ പൊട്ടനായിട്ടൊന്നും അല്ല. നമ്മളെ ബോഡി സത്യത്തിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യണേ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്ന പല ടാസ്കുകളെയും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വലിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താ, നമ്മൾക്ക് ഈ ഒരു ടാസ്ക് ചെയ്യാൻ പോവാണെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മളുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ നമ്മുടെ ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ചെറിയൊരു ആൽമണ്ട് ഷേപ്പിലായിട്ട് അമിഗ്ഡല എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂറോൺസിൻ്റെ ഒരു കൂട്ടമുണ്ട്. അവരാണ് നമ്മളുടെ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് ഈ ത്രെറ്റൊക്കെ വരാൻ പോകുന്നു, അപകടങ്ങൾ വരാൻ പോകുന്നു എന്നൊക്കെ സെൻസ് ചെയ്യുന്നതൊക്കെ, നമ്മുടെ അഡ്രിനാലിനൊക്കെ റിലീസ് ചെയ്യുന്നതൊക്കെ ഇവരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാസ്ക് വരുമ്പോൾ തന്നെ ഈ ഒരു അമിഗ്ഡല അങ്ങോട്ട് സ്ട്രെസ് ഹോർമോൺസോ അങ്ങോട്ട് ഫ്ലഡ് ചെയ്തിട്ട് അങ്ങോട്ട് തരും. അങ്ങനെ ഫ്ലഡ് ചെയ്തിട്ട് തരുമ്പോൾ എന്താ പ്രശ്നം, നമ്മൾ ഫുള്ള് സ്ട്രെസ്സിലാവും ആ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ. ഇതേ സമയം നമുക്ക് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ വേറൊരു ഭാഗം കൂടി ഉണ്ട്. അവിടെയാണ് നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ മെമ്മറീസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്, എടാ നീ ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ നിനക്കറിയാലോ പണ്ട് നിനക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതേപോലെ വീണ്ടും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷെ എന്താ, ഈ അമിഗ്ഡല കിടന്ന് പറയണതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒച്ചയുടെ ഇടയിൽ നമ്മൾ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ നമ്മൾ മൊത്തത്തിൽ കാണില്ല. അപ്പം എന്താ, നമുക്ക് കൂടുതലും സ്ട്രെസ്സാണ്. അപ്പോൾ ആ സ്ട്രെസ്സിനെ നമ്മൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എസ്കേപ്പാണ്. നമ്മളെ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബോഡി നമ്മളെയും കൊണ്ട് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇത് നമ്മൾ അറിഞ്ഞാലാണ് നമുക്ക് ശരിക്കും പ്രൊക്രാസ്റ്റിനേഷൻ്റെ സൊല്യൂഷൻ കാണാൻ പറ്റുള്ളൂ. പലപ്പോഴും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യണത് കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞ ഇതെന്നെ കൊണ്ട് ചെയ്താൽ റെഡിയാവോ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഹൈ ബെഞ്ച് മാർക്കൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഞാൻ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യണം, അതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് സ്ട്രെസ് കൂടി നമ്മൾ അതൊന്നും ചെയ്യില്ല. അപ്പം ഇങ്ങനെയുള്ളവരാണ് കൂടുതലും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ ആ ഒരു ഇഷ്യൂ മനസ്സിലാക്കാതെ നമ്മൾ സൊല്യൂഷൻ പറഞ്ഞാൽ എന്തുണ്ടാവുക, പലപ്പോഴും നമ്മൾ ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നവരോട് പറയാറുണ്ട് ടൈം മാനേജ്മെൻറ്റ് സെറ്റാക്കൂ, ഡിസിപ്ലിൻ സെറ്റാക്കൂ എന്നൊക്കെ. ഇതൊന്നും അവർക്കൊരു സൊല്യൂഷനായിട്ട് മാറില്ല. എന്തുകൊണ്ടാണ്? ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് വേറൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ കറക്റ്റ് സമയത്ത് ഒരു ടൈം ടേബിൾ വെച്ച് കാര്യങ്ങൾ നീക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതും കൂടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ സ്ട്രെസ് ആവും. അപ്പോൾ
ടൈം മാനേജ്മെൻറ്റും കൂടെ ചെയ്യണ്ടേ? എന്നാൽ ഞാൻ ഒന്നും ചെയ്യണില്ല. അതല്ല കുറച്ചും കൂടെ സമാധാനം. നമുക്ക് യൂട്യൂബിലെ ഷോർട്സ് നോക്കിയിരിക്കാം, ആഹാ എന്താ രസം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് നോക്കിയിരിക്കാം, എന്താ രസം. അല്ലെങ്കിൽ അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കാം, അതെങ്കിലും നടക്കണുണ്ടല്ലോ. വെറുതെ എന്തിനാ സ്ട്രെസ്സുള്ള കാര്യം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണേ? അപ്പോൾ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഈ ടൈം മാനേജ്മെൻറ്റും ഡിസിപ്ലിനും ഒന്നും അല്ല ഇവിടുത്തെ സൊല്യൂഷൻ. നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ സ്ട്രെസ്സിനെ കുറയ്ക്കുക. സ്ട്രെസ്സിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ കുറയ്ക്കാൻ പറ്റും. നമ്മൾ സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് നമ്മുടെ ടാസ്കുകളെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. അതായത് നമുക്കൊരു വലിയ ടാസ്ക് ഉണ്ട്, അതിനെ നമുക്ക് 5ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് നാളത്തേക്ക് ഒരു അസൈൻമെൻറ്റ് ചെയ്യണം, 10 പേജ് എഴുതണം. അപ്പോൾ നമ്മളിങ്ങനെ 5 ടാസ്ക്കായിട്ട് 2 പേജ് വെച്ച് വെക്കുക. അപ്പോൾ ആദ്യം 2 പേജ് എഴുതിയാൽ പോരെ? അപ്പോൾ നമ്മളെ സ്ട്രെസ്സ് കുറച്ച് കുറയും. പിന്നെ 2 പേജ് അല്ലേ, അങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് എടുക്കുമ്പോൾ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുന്നുള്ളൊരു തോന്നലുണ്ടാവുകയും അങ്ങനെ നമ്മൾ അത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അതേസമയം നമ്മളിതിനെ വലിയൊരു ടാസ്ക് ആയിട്ട് കണ്ട് നമ്മളത് മാറ്റി വെക്കും തോറും നമ്മൾ നേരത്തെ പറഞ്ഞ അമിഗ്ഡലയിൽ നിന്ന് വരുന്ന സ്ട്രെസ് ഹോർമോൺസ് ഇല്ലേ, അതിൻ്റെ ഫ്ലഡിങ് കുറച്ചും കൂടെ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൂടിക്കൊണ്ട് ഇരുന്ന് ഒരു പരിധിയാകുമ്പോൾ നമുക്ക് ഈ സ്ട്രെസ്സൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരും. ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യണവർക്കൊക്കെ പലപ്പോഴും ആൻസൈറ്റിയിലോട്ടും ഡിപ്രഷനിലോട്ടും നയിക്കാറുണ്ട്. കാരണം അവർക്ക് അറിയാൻ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റാത്തതിനുള്ള വിഷമം കൂടെ അവരുടെ ഉള്ളിലേക്ക് വരും. ഇങ്ങനെ ആ ഒരു ടാസ്കിനെ ചെറുതാക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ജേർണൽ ചെയ്യുക. നമ്മളെ പ്രശ്നം എന്താണ്, നമ്മളെ സ്ട്രെസ് എന്തുകൊണ്ടാണ്, ആ സ്ട്രെസ്സിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച് ആ ജേർണലിൽ തന്നെ എഴുതാം. നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ എഴുതാം. അങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ സ്ട്രെസ്സ് കുറച്ചും കൂടെ ഹീലാവും. അങ്ങനെ സ്ട്രെസ്സൊക്കെ ഹീലാവുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പലപ്പോഴും പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പലരും കമൻറ്റ് സെക്ഷനിലൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ പലരുടെ ഇഷ്യൂ ഇതാണ്, ഇതെന്നെ കൊണ്ട് ക്ലിയർ ആക്കാൻ പറ്റുമോ, ഇത് ഇന്ന ആൾക്കാരൊക്കെ അപ്പിയർ ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ പ്രശ്നമാവോ? ഈ സ്ട്രെസ്സൊക്കെ നിങ്ങൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളെ പഠനത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുകയും ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേഷനിലോട്ട് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും സ്ട്രാറ്റജി ഒക്കെ പറയുമ്പോൾ നിങ്ങളെയും കൊണ്ട് ഇത് പറ്റും, ഇത് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ള ടാസ്ക് ആണെന്ന് പറയാൻ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് സോൾവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ആ ടാസ്കുകളെ കുറിച്ചുള്ള ആ ഒരു സ്ട്രെസ്സിനെ നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കോഴ്സ് നോക്കിക്കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ, ഈ പൊടിക്കൈകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് പ്രൊക്രാസ്റ്റിനേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി പ്രൊക്രാസ്റ്റിനേഷനൊക്കെ മാറി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഐ സെക്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.